ഫോറസ്റ്റൊക്കെ പച്ചപ്പായി തുടങ്ങി. മഴ ചെറുതായിട്ട് കിട്ടിയപ്പോതിനെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ മൈസൂരിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. മൈസൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഫോറസ്റ്റിലാണ്. ചെറിയൊരു പച്ചപ്പൊക്കെ വന്നപ്പോൾ തന്നെ കാട് കാണാൻ നല്ല ഭംഗിയായി തുടങ്ങി. നല്ല ചെറുക്കാട് ഫുള്ള് ഉണങ്ങി കിടക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഓഫീസിൽ ലോഡാവില്ല. എന്നാലും നാളെ എന്തെങ്കിലുമൊക്കെ ലോഡ് സെറ്റാന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ട മൈസൂർ റോട്ടിലാണുള്ളത്. ഗുണ്ടൽപേട്ട ടൗൺ കഴിഞ്ഞൊരു 5 കിലോമീറ്റർ മൈസൂർ റോട്ടിൽ പോന്നിട്ട് ഭാരത് പെട്രോൾ പമ്പിൻ്റെ അടുത്തിങ്ങനെ നിർത്തിയതാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസിൽ പോയിട്ട് കാര്യമില്ലല്ലോ. രാത്രിക്കൊക്കെ ഓഫീസിലേക്ക് എത്താമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇവിടെ നിർത്തി. അപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെ ഉള്ളൂ. അലികാക്ക വയറുവേദന കാരണം ലീവാണ്. അലികാക്ക വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയതാണ്. അപ്പോൾ നമ്മൾ മൈസൂരിലെത്തിയിട്ടുണ്ട്. മൈസൂർ ബായിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. വണ്ടി ഇങ്ങനെ അവിടെ ഒരു ചെറിയൊരു തണലുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. ലോഡൊക്കെ വളരെ മോശമാണ് ഈ ഒരു മാസം, മാർച്ച് മാസം ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു 1/2 കിലോമീറ്റർ പോയാൽ നമ്മളെ മൈസൂർ ബൈപ്പാസായി വണ്ടിപ്പാളയം. ഇവിടെയാണ് ബായിൻ്റെ ഓഫീസ്. ബായിൻ്റെ ഓഫീസ്. അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. 2 ദിവസം ആയിട്ട് ഇവിടെ. അതിലൊരു ദിവസം ഞായറാഴ്ച ആയിരുന്നു. പിന്നെ തിങ്കളാഴ്ച ലോഡായില്ല. ഇപ്പോൾ ചൊവ്വാഴ്ചയാണ്. എന്നാണിപ്പോൾ ലോഡായത്. നമ്മൾ KR-പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലോഡായിട്ടുള്ളത്. മലപ്പുറത്തേക്കാണ്. അരി ലോഡാണ്. നമ്മൾ KR-പേട്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇന്നലെ ഇന്നും വലിയ കുഴപ്പമില്ല, വെയിലാണ്. അപ്പോൾ നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ബ്രിഡ്ജിൽ തൂക്കിയിട്ട് കയറ്റാൻ വെച്ചിട്ടുണ്ട്. ലോഡ് കയറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. നേരെ വൈകുന്നേരം ആയതുകൊണ്ടേ. ശ്രീ സിദ്ധലിംഗേശ്വര അങ്ങനെ എന്താണ് കമ്പനീൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ഫാസ്റ്റാണ്. ഏകദേശം കുറച്ചായി ഒരു ഭാഗമൊക്കെ അയക്കണം ലോഡിങ്. ഇത് കഴിഞ്ഞിട്ടാണ് ഭായിമാർക്ക് പണിയെടുത്താണ്. അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഡായിട്ട് കഴിഞ്ഞ് ഭായിമാർ തൃപ്പായി ഇട്ട് കൊണ്ടിരിക്കുകയാണ്. തൃപ്പായി ഒരു പറയട്ടെ. തൃപ്പായി ദാർപ്പായി എന്ന് പറയും നമ്മൾ. ഒരു തൃപ്പായി എന്ന് പറയും. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ടേ അവരിട്ടരാന്ന് പറഞ്ഞു. അവർക്ക് ചായ പൈസ കൊടുക്കണം. അപ്പോൾ അവരിട്ടൊന്നോളൂ. അപ്പോൾ അവർ വായിടട്ടെ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി പോന്നു. പിന്നെ നമുക്ക് നേരെ ശ്രീരംഗപട്ടണം കഴിഞ്ഞാൽ പിന്നെ മൈസൂർ കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട. അങ്ങനെ നമ്മൾ നാട്ടിൽ പോകും. റോഡ് ലേശം സിംഗിൾ റോഡാണ്. ലേശം മോശമുള്ള റോഡാണ്. ആ മോശത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ടമാനം അമ്പുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീരംഗപട്ടണം എത്തിയിട്ടുണ്ട്. ശ്രീരംഗപട്ടണം പാലാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇത് ടൗണാണ് ശ്രീരംഗപട്ടണം ടൗണ്. ബൈപ്പാസൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. മുമ്പൊക്കെ ഭയങ്കര തിരക്കാണ് ഈ റോഡിൽ. ഇത് പിന്നെ പുതിയ ബൈപ്പാസ് വന്നപ്പോൾ ശ്രീരംഗപട്ടണം ഒഴിവായിക്കാണ്ടാണ് ബൈപ്പാസ് ഉള്ളത്, ബാംഗ്ലൂർ റോഡ്. അതുകൊണ്ട് തിരക്കില്ലാതെ
നമ്മളൊരു കൂട്ടുകാരൻ്റെ വണ്ടി മാണ്ടിയിൽ നിന്ന് അരി കയറ്റിയിട്ട് വരുന്നുണ്ട്. ഏകദേശം മൈസൂരിൽ എത്തുമ്പോൾ ഒരുമിച്ചാവുമെന്ന് കരുതുന്നുണ്ട്. താങ്ക് യു. വിസിറ്റ് അഗൈൻ ടൗൺ മുനിസിപ്പൽ കൗൺസിൽ ശ്രീരംഗപട്ടണം. ഒരുമിച്ച് പോകാം പിന്നീട്. ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആണ് കാണുന്നത്. നമുക്കതിൻ്റെ സർവീസ് റോഡിലൂടെ പോയിക്കാണ്ട് അതിൽ കയറി പോകണം. കുറഞ്ഞ ദൂരമുള്ളൂ മൈസൂർ പെട്ടെന്ന് 10 കിലോമീറ്റർ കൊണ്ട് മൈസൂരെത്തും. നമ്മൾ മൈസൂർ ബൈപ്പാസിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടി വെയിറ്റ് ചെയ്യാണ്. മൈസൂർ ബൈപ്പാസിൽ നിർത്തിയതാണ് ഞാൻ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ട് എത്താറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എത്തിൻ്റെ ദിവസം ഒരുമിച്ച് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മളെ ചങ്ങായിൻ്റെ വണ്ടി വരുന്നുണ്ട്. നമ്മളെ ചങ്ങായിൻ്റെ വണ്ടി. അപ്പോൾ നമ്മൾ പുറപ്പെടുക. അപ്പോൾ നമ്മൾ ഗുണ്ടൽപെട്ട എത്താറായിട്ടാണ്. എന്താ അമ്പലത്തിൽ എന്താ ഉത്സവം എന്തൊക്കെ ഉണ്ട് തോന്നണം. ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടു. ഇതുപോലെ അലങ്കാരം എന്താണ്. ലൈറ്റ് കൊണ്ട് ചിത്രം വരച്ചു. സൈഡിലൊക്കെ കാണാണ്ട്. അമ്പലം കുറേ ദൂരെ തോന്നുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കാട്ടിൽ കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്കാണ് നമ്മൾ അവിടെ കാടിൻ്റെ അടുത്ത് എത്തിയത്. അപ്പോൾ കുറച്ച് നേരം അവിടെ കടന്നു തുടങ്ങിയിട്ട് രാവിലെ തന്നെ കാട്ടിൽ കയറി. കാട്ടിൽ നല്ല വൈബ്. രാവിലെ തന്നെ നല്ല കോടയാണ്. അപ്പോൾ കർണാടക തമിഴ്നാട് ബോർഡറാണ്. രാവിലെ കയറി വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണത്. ഭയങ്കര ബ്ലോക്ക് കാരണം അവിടെ നിന്നും ഇവിടുന്നും വണ്ടി വന്നിട്ട് ആ പാലം, ചെറിയ പാലാണ്, അവിടെ ജാമോ ആകെ ബ്ലോക്കാണ്. മാനുകളിങ്ങനെ പുല്ല് മേയുണ്ട്. ഇപ്പോൾ നല്ല ഇടക്കും തലക്കും മഴയുള്ളതുകൊണ്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല കോടയാണ് കേട്ടോ. കോട കൂടി വരികയാണ്. മുതുമലെത്തിയപ്പോൾ നല്ല കോട മഞ്ഞായി. ബന്ദിപ്പൂരിൽ എത്ര ഇല്ലേ. വണ്ടികളൊക്കെ എടുത്തെത്തുമ്പോഴേ കാണുള്ളൂ. അപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാടുകാണി ചുരം. ആ മുമ്പിൽ പോണ വണ്ടിയാണ് നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടി. ഷിജോ എന്നാണ് പേര് കേട്ടോ. നമ്മളെ കൂട്ടുകാരൻ്റെ അച്ചായെന്ന് വിളിക്കും ഞങ്ങൾ. ഷിജോ അച്ചായെന്ന് വിളിക്കും. റോഡാണ് മോശമാണ് ഈ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റിൽ. ഇവിടെയൊക്കെ പിന്നെ പുതിയ കട്ട പതിച്ചാണ്. ഒറ്റ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അല്ല. അവിടെ കുറച്ച് ഭാഗം ചെയ്ത് ഇവിടെയൊക്കെ കണ്ടില്ല. റോഡ് ഒറ്റ മോശം. നമ്മളെ കേരള ബോർഡറൊക്കെ കയറുന്ന റോഡ് നന്നാവണമെങ്കിൽ
അപ്പോൾ നമ്മളെ കേരള ബോർഡർ കയറിയപ്പോൾ അടിപൊളിയാണ് റോഡ്. ഇതേമാതിരി ചെയ്തിട്ടാൽ മതി തമിഴ്നാട്ടിലും. ഇതെന്ത് സുഖമുണ്ട് പോകാൻ. ഇത് വണ്ടിക്കാരൊക്കെ ഒന്ന് കഷ്ടപ്പെടണം. വലിയ വണ്ടി ആട്ടെ ചെറിയ വണ്ടി ആട്ടെ എല്ലാ വണ്ടിക്കാരും. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. മലപ്പുറം കോട്ടപ്പടിയിലാണ്. BSR അതേപോലെ നിസാർ അങ്ങനെ 2 പേരുണ്ട് കേട്ടോ. BSR ഷോപ്പിൻ്റെ പേര്, അതേപോലെ തന്നെ നിസാർ. അവിടെയാണ് നമ്മൾ സാധനം ഇറക്കണത്. ഷോപ്പിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഇവരൊരു ഗോഡൗൺ ഉണ്ട് കുറച്ചപ്പുറത്ത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി അവിടെ ഇറക്കണം. ഇവിടെ ഇറക്കി ബാക്കി ഓരോ ഗോഡൗണിലോട്ട് ഇറക്കണം. അപ്പോൾ ആദ്യം ഇവിടെ ഇറക്കി തീരട്ടെ, എന്നിട്ട് ഗോഡൗണോ മില്ലോ അങ്ങനെ എന്താ പറഞ്ഞ് എന്നിട്ട് അവിടെ പോകണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഊരകം മല കേട്ടോ. ഊരകം കാരാത്തോട് മല. എന്തായാലും ഈ താഴെ കാണുന്നതാണ് കമ്പനി മില്ലാണ്. ഇവിടെ നമുക്ക് ലോഡ് ഇറക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയാൽ വെച്ചാൽ ഈ മുമ്പിലുള്ള വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണ്, ബ്രേക്കും ആയതാണ്. കറക്റ്റ് നിൽക്കുന്നിടത്താണ് നമുക്ക് നിർത്താനുള്ളത്. 2 വണ്ടി കറക്റ്റ് ഫാസ്റ്റീസ് പാസ്സാവുള്ളൂ. അതാണ് കോറിയുള്ളത് കൊണ്ട് ടിപ്പറുകൾ കണ്ടമാനം വരുന്നുണ്ട്. ഇതാണ് റൂം. ഈ റൂമിലാണ് ഇറക്കാനുള്ളത്. അതിന് കറക്റ്റ് മുന്നിൽ തന്നെയാണ് ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നിന്നുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് വണ്ടി വെച്ച് കൊടുക്കാനുള്ളത്. ഇനി ലോഡിങ്ങുകാർ വരട്ടെ, വന്നിട്ട് അവർ പറയട്ടെ അവർ വെക്കാന്നുള്ളത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാണ്. പൊടിമില്ലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ പണിക്കാർ വന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയ വണ്ടീനെ നേരെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ നിർത്തി ഇറക്കാറ്. മറ്റേ ടിപ്പറുകൾ അങ്ങനെ വരുന്നതാണ്. അതാണ് റൂം ഇറക്കണ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ടിപ്പറുകൾ ഇങ്ങനെ പാറി വരുന്നുണ്ട്. ടിപ്പറുകൾ അങ്ങനെ പോണ സ്ഥലം. ഇപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുവരെ നമുക്ക് ബൈ.